ഇളയ ദളപതി വിജയിനെ ആർക്കാല ഇഷ്ടമല്ലാത്തെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ഡിഷിന്റെ റെസിപ്പി കിട്ടിയ ഒരു ഫാൻ ഗേളും കൂടെ ആയി എനിക്കത് എങ്ങനെ ചെയ്ത് നോക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ ആ റെസിപ്പി നോക്കാം. പാനിലൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് നീളത്തിൽ 4ആയി മുറിച്ച് ഒരു 4 കത്രിക്ക ഇട്ട് കൊടുത്ത് എണ്ണയിൽ നന്നായി വഴറ്റി ഈ ഒരു കളറാകുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. അതേ പാനിൽ ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 3 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഇളക്കി 2 മീഡിയം വലിപ്പമുള്ള സവോള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായി ഇളക്കി ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചെറു തീയിൽ കിടന്നൊന്ന് വഴണ്ടി വരുമ്പോൾ കോരി മാറ്റി ചൂടാറുന്ന സമയത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു പിടി മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഇളക്കി നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച കത്രിക്കയും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളൊരു വിജയ് ഫാൻ അല്ലെങ്കിൽ കൂടെയും ഈ ഒരു റെസിപ്പി ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വിജയ് ഫാൻ ആയി പോകട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.